ജോധ്പൂരിനെ അറിയപ്പെടുന്നത് ബ്ലൂ സിറ്റി എന്നാണ് കേട്ടോ. ഇതാണ് മക്കളെ ആ ബുള്ളറ്റ്. മക്കുമക്കിയുടെ ഒരു പൊളക്കാച്ചി വൈബോസ്കി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിതാ ജോധ്പൂരിലേക്ക് പോവാണ് കേട്ടോ. ഇന്നലത്തെ സ്റ്റേ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നത് നമ്മളെ പാലി എന്ന സ്ഥലത്താണ്. നമുക്ക് കുറച്ച് ഒരാൾക്ക് 200 രൂപ വന്നിട്ടുള്ളൂ. അപ്പോൾ കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് പോകുന്നത് ഈ ഒരു ഹോട്ടലിന് ഭക്ഷണം കഴിച്ച് ഇവർക്ക് എന്താ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒന്നാണ്. അപ്പോൾ അവർക്ക് ഫോട്ടോ എടുത്തു. അപ്പോൾ ഇതാ പതിവ് പോലെ മഴ നമ്മളെ വിട്ടു പോകുന്നില്ല എന്നാണ്. കേരളത്തിൽ തുടങ്ങിയപ്പോൾ മഴയാണ്. ഒരു ദിവസം മഴ ഇല്ലാത്ത ഒറ്റ ദിവസം പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ പോവാണ്. ഇനി അടുത്തത് ജോധ്പൂർ എത്രേൻ്റെ മുന്നെയാണ് നമ്മളെ മക്കിയുടെയൊക്കെ ഒരു ആരാധന കേന്ദ്രമായ ബുള്ളറ്റ് ബാബ, ബുള്ളറ്റുകളെ പിന്നെ ആരാധിക്കുന്നൊരു ക്ഷേത്രം. അത് നമ്മളെ തൊട്ടടുത്താണ്. ഏകദേശം ഇവിടുന്ന് ഒരു 10-11 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കയറണം, മക്കിയൊന്ന് കാണിക്കണം. അവിടുത്തെ പ്രസാദം കാര്യം എന്നൊക്കെ പറയണത് ബീറാണ് കേട്ടോ. പ്രസാദം വാങ്ങലുണ്ടാവില്ല. നമുക്ക് അതൊക്കെ കണ്ടിട്ട് നമുക്ക് പോകാം. അപ്പോൾ ഒരു ചൂടിന് വേണ്ടി ഞങ്ങൾ രാജസ്ഥാനിലെത്തിയപ്പോൾ എപ്പോഴും മഴേൻ്റെ കയ്യിലാസണ്ട. അപ്പോൾ മഴയത്ത് ഞങ്ങൾ ഇറങ്ങി. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെ മക്കി അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോവാം. ഇതിപ്പോൾ നമ്മൾ ഹൈവേയിലാണുള്ളത്, ജോധ്പൂർ ഹൈവേയിലാണുള്ളത് കേട്ടോ. ജോധ്പൂർ പാലി ഹൈവേയിലാണ്. പാലി അങ്ങോട്ട് 11 കിലോമീറ്റർ ആണുള്ളത്. ഇങ്ങോട്ട് ജോധ്പൂർ എന്തായാലും ഏകദേശം 10-70 കിലോമീറ്റർ എന്തായാലും ഇനി ഓടാണ്ട് നമ്മൾ. അപ്പോൾ പച്ചന്മാരെ ഇവിടെ കേട്ടോ നമ്മളെ ബുള്ളറ്റിനെ ആരാധിക്കുന്ന അമ്പലല്ല, ബുള്ളറ്റ് ബാവ എന്നാണ് പറയുക. അതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അവിടെ പോയി കയറി ഇറങ്ങി വരാം. എൻ്റെ ചരിത്രം എങ്ങനെയെന്നൊക്കെ ഞാൻ വന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ മച്ചന്മാരെ നമ്മളിതാ ബാബേൻ്റെ അടുത്തേക്ക് പോവാണ്, ബുള്ളറ്റ് ബാബേൻ്റെ അടുത്തേക്ക് പോവാണ്. ഇതാണ് മക്കളെ ആ ബുള്ളറ്റ്. ഇതാണ് ബുള്ളറ്റ് ബാബ, ബുള്ളറ്റിനെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രം. ഇന്ത്യയിലാകെ ഒരു ക്ഷേത്രമല്ലടാ, ഇന്ത്യയിലാകെ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഇതാണ് ബുള്ളറ്റ്. ഇതിൻ്റെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പണ്ട് ഇവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നതാണ്. അപ്പോൾ ഇതെന്ത് ചെയ്തു, പിന്നെ സ്റ്റേഷനിലേക്ക് വണ്ടി കൊണ്ടുപോയിട്ടു. അപ്പോൾ ആ വണ്ടി പിന്നെ കാണുന്നത് പിറ്റേന്ന് എവിടെയാണ് അപകടം നടന്നത് അവിടെ തന്നെയാണ്. അങ്ങനെ കുറേ സംഗതികൾ ഇങ്ങനെ ആവർത്തിച്ച് വന്നു. അതായത് സ്റ്റേഷനിൽ കൊണ്ടുപോയിടുന്നു, വീണ്ടും അതേ പഴയ സ്ഥലത്ത് ഇതാക്കുന്നു. അപ്പം അങ്ങനെ ഉണ്ടായ ഒരു പ്രതിഷ്ഠയാണ് കേട്ടോ ഈ അമ്പലം. ബുള്ളറ്റ് ബാബ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അതാണ് അതിൻ്റെ ചരിത്രം. നല്ല പഴക്കമുണ്ട് തോന്നുന്നു കേട്ടോ. വണ്ടിക്ക് അത്യാവശ്യം നല്ല പഴക്കമുണ്ട്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ മക്കൾ ഒരു ബൈക്കിന് വേണ്ടി മാത്രമുള്ള ഒരു അമ്പലം. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷ്ഠയും ഇങ്ങനത്തെ ഒരു സംഭവ വികാസങ്ങളോട് കൂടി ഒരു ക്ഷേത്രം കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഇവിടെ വന്ന് നമ്മളെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ വണ്ടി കൈവിട്ട് പോകൂല എന്നൊക്കെയാണ് കേട്ടോ. പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രസാദം എന്നൊക്കെ പറയുന്നത് ബീറ്, മദ്യമൊക്കെയാണ് കേട്ടോ. മദ്യക്ക് പൂജയ്ക്ക് ഇവിടെ കൊടുക്കുകയൊക്കെ ചെയ്യാം. അതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. അപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠേൻ്റെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം നമുക്ക്. ഇതാ മദ്യമാണ് കേട്ടോ, മദ്യം ഇമ്പീരിയൽ ബ്ലൂ ആക്കണ. ഇതാ അവിടെ മദ്യക്കുപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മദ്യമാണ് ഇവിടെ കൊടുക്കണത്. നല്ല മഴയും പെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ബുള്ളറ്റ് ആരാധനാ കേന്ദ്രം.
ആ ഒരു മദ്യം കൊടുക്കുന്ന ഒരു വിശ്വാസം കേട്ടോ. അവിടെ ഇങ്ങനെ ചുണ്ടിൽ തട്ടിച്ച് കൊടുക്കുന്നുണ്ട് ബാബയ്ക്ക്. അതാണ് ആ ഒരു വിശ്വാസമാണത്. ഇത് സംഗതി എന്താ വെച്ചാലേ സിനിമയിൽ കണ്ട ഒരു ഇതാണ്. പക്ഷെ ഇത് സിനിമയിൽ കണ്ട മരുന്ന് അത് സെറ്റിട്ടതാണെന്ന് തോന്നുന്നുണ്ട്. അതൊന്നും രണ്ടും വേറെ ആണെങ്കിൽ പണി ചെയ്യിപ്പിച്ചതാണോ എന്നൊന്നും അറിയില്ല. എന്താ എങ്ങനെയെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. നമ്മളെ ബാബു തക്കണ്. ബാബു ബുള്ളറ്റിൽ നിന്ന് കുറച്ച് മദ്യം കുടിച്ചു പോവാണ്. ബാബു ഉണ്ട് ഇവിടെ. ബാബു കെട്ടിറങ്ങിയിട്ടില്ല കുടിച്ചിട്ട്. വണ്ടിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോവാൻ പോവാണ്. ബാബുവിൻ്റെ കെട്ടിറങ്ങി അപ്പോൾ നമ്മൾ പോവും. കെട്ടിറങ്ങാൻ കാത്തിക്കാണ്. മഴയ്ക്ക് അവസാനമില്ല ഗോയ്സ്. പക്ഷെ വണ്ടിയിൽ അങ്ങനെ പോരുമ്പോഴേ നല്ല ഉറക്കം വരിക. ഇതിപ്പോൾ കണ്ടാൽ എനിക്ക് രാജസ്ഥാൻ എന്ന് പറയാൻ പറ്റുമോ? കഴിയുമോ? ഇത് രാജസ്ഥാനാണ്, മഴയുള്ള രാജസ്ഥാൻ. പിന്നെ പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ കണ്ടോ അതേമാതിരിയുള്ള കുടങ്ങൾ വെക്കും കേട്ടോ. വെള്ളത്തിന് വേണ്ടിയിട്ട് അടിപൊളി നല്ല കിടുക്കാച്ചി വലിയ വലിയ കുടം ഉണ്ട്. ശുദ്ധ പാനിയുണ്ട്. വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ അതേമാതിരി ഈ വേപ്പിൻ്റെ ഇല ഉണ്ടല്ലോ, ഈ റോഡ് ഭാഗത്ത് സൈഡ് അധികം നമ്മൾ വേപ്പിൻ്റെ ഇല കേട്ടോ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. ഇത് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. അപ്പം എന്താ പോലെ എന്നാ പോവാ. ജോധ്പൂർ എത്തിയിട്ടില്ല. ഇനിയും ഒരു 18 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ നമ്മളിതാ ജോധ്പൂരിലെത്തി. ജോധ്പൂരിലെ ഒരു ഉമൈദ് ഭവൻ പാലസാണുള്ളത്. ഇതൊരു പ്രൈവറ്റ് പാലസാണ് കേട്ടോ. അപ്പോൾ ഏകദേശം 1928 തുടങ്ങിയിട്ട് ഒരു 10-15 വർഷം 1943 അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. താജ് ഹോട്ടലാണ് ഇത്. പിന്നെ എന്താ പറയുക ഓൺ ചെയ്യണത് കേട്ടോ. ഇവിടെ മാസ്കും കാര്യമൊക്കെ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ബാബോ ടിക്കറ്റ് എത്ര? 30 രൂപ കേട്ടോ ടിക്കറ്റിന് വരുന്നത്. 30 രൂപ. എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് കയറി വെക്കാം. ഉള്ളത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇത് വേറെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതാ ഇവിടെയുള്ള ഈ ഒരു കല്ലുകളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ഇതേമാതിരത്തെ കല്ലുകൾ കേട്ടോ. എല്ലായിടത്തും വാങ്ങി പോകണ വഴിക്ക് ആ ഒരു പാറക്കെട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. എന്തായാലും നമുക്കൊന്ന് അങ്ങോട്ട് പോയി വെക്കാം. ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇതാ അവിടെ ഉണ്ട്. നമ്മളെ ജാക്സൺ ഉണ്ട് ഇവിടെ. ജാക്സൺ 8ൻ്റെ പണിട്ടി മാസ്ക് വെച്ചപ്പോൾ അതിൽ വിക്സ് കുടുങ്ങി കിടക്കണ്ടായിരുന്നു. അതൊന്നായിട്ട് മുഖത്തായി പോയി. ജാക്സൺ കണ്ടേക്കാം. അതാ കണ്ണ് തുറക്കണില്ല. അയ്യോ നോക്കട്ടെ കേട്ടോ ഗൈസ്. ഇതാട്ടെ ഞാൻ പറഞ്ഞത്. ഈ ഒരു കല്ല് റെഡ് കളറുള്ള കല്ലാണ് വരുന്നത്. ഇപ്പോൾ നമ്മളെ പാലസാണെങ്കിലും ആ ഒരു കളർ ഷെയ്ഡിങ് നോക്കുക. പിന്നെ റെഡ് ടൈപ്പ് കളറാണ് വരുന്നത്. നമുക്കൊന്നുകൂടെ അടുത്ത് പോയിട്ട് കാഴ്ചകൾ കാണാം. അപ്പം മച്ചന്മാരെ ഇതാ നമ്മളിതാ ഇവിടെ പാലസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പാലസിൽ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് പുല്ലാണ് അപ്പുറത്ത്. പിന്നെ ഫ്ലവറും കാര്യങ്ങളും ഗാർഡനും കാര്യങ്ങളൊക്കെ തൊട്ട് അപ്പുറത്തുണ്ട്. എന്തായാലും മേക്ക് ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അകത്തേക്ക് കയറാൻ പറ്റുമോ എന്നുള്ളതാണ്. അവിടെ അകത്തേക്ക് കയറാൻ പറ്റുന്നുണ്ടോ? യെസ്, അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറാം. അകത്തേക്ക് പോയിട്ട് നമുക്ക് കാഴ്ചകൾ കാണാം. അപ്പോൾ മച്ചാൻ ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് കേട്ടോ. ഉമൈദ് ഖാൻ പാലസ് ആണിത്. രാജാവാണ് അല്ലേ ഉമൈദ് സിംഗ്. അന്നത്തെ കാലഘട്ടത്തിലെ കുറച്ച് പിക്ചർ. നെഹ്റു അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധിയൊക്കെ ഉണ്ട്. പിന്നെ എന്താ ഒരു കാലഘട്ടത്തിലെ ഓരോ ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. മുകളിൽ ചില കാഴ്ചകളുണ്ട്. നിങ്ങൾക്ക് ക്ലിയറായി കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അവിടെ ചിത്രം ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു പാലസ് ഉണ്ടാക്കണതിൻ്റെ കുറച്ച് പിക്ചേഴ്സ് ആട്ടോ അത്.
അന്ന് ഏകദേശം ഒരു 100 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട് ഇത് കൺസ്ട്രക്ഷനൊക്കെ തുടങ്ങിയിട്ട്. ആ ഒരു കാലഘട്ടത്തിലെ പിക്കാണത്. മഹാരാജ ഉമേയ് സിംഗ് 1903 ജനിച്ച് 1947 മരിച്ചു. ഏകദേശം 44 വയസ്സ് വരെ അയാൾ ജീവിച്ചു നിന്നിട്ടുള്ളൂ കേട്ടോ. അപ്പൻഡിക്സ്, അതെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മൈസൂർ ഡാം, അതേപോലെ തന്നെ റെയിൽവേ, ബിൻമൽ റാണിവാല റെയിൽവേ ലൈൻ, ജലോർ ബിനാൽ റെയിൽ ലൈൻ, കുറേ സ്കൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നടന്നു പോകുന്ന വഴികളെല്ലാം അടിപൊളി കേട്ടോ, രക്ഷയില്ല ഭാരം. വെറൈറ്റി പൊളി വൈബ് സ്ഥലമാണ് അത്. എന്താ വേറെ സ്റ്റാച്ചു ഒക്കെ ഉണ്ട് കേട്ടോ. കടുവ പൊളി 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 പൊളി. ഇതാ പിടിച്ചതാണല്ലേ, പിടിച്ചു കൊടുക്കുന്ന ഫോട്ടോ ആണ് കാണുന്നത്. ആ കാലഘട്ടത്തിലെ ഒരു ഡൈനിങ് ടേബിളും സെറ്റപ്പുകളും കാര്യങ്ങളും ഉണ്ടോ, അതേമാതിരി അവിടെ വെച്ചിട്ടുണ്ട്. ഇത് അതിൻ്റെ ഒരു നടുമുറ്റാട്ടോ മച്ചന്മാരെ, ഇതൊരു നടുമുറ്റാണ്. ഇവിടെ അത്യാവശ്യം നല്ല ഏരിയയും കാര്യമൊക്കെ ഉണ്ട്. പിന്നെ കൊയ്സ് ഇവിടെ ഉള്ളത് എന്താ വെച്ചാൽ പഴയ കാലത്തെ ക്ലോക്കൊക്കെ പറയാ രക്ഷയില്ലാത്ത വൈബ് ക്ലോക്കൊക്കെ കാണുന്നുണ്ട്, അടിപൊളിയാണ്. ദാദാ അല്ലേ, പിന്നെ വേറെ ടൈപ്പ് ഇവിടെ ഫുള്ള് ക്ലോക്ക് തന്നെ അല്ലേടാ. ക്ലോക്കിൻ്റെ പലതരം ഐറ്റങ്ങളാട്ടോ. ഇവിടെ ഫുള്ള് എല്ലാ ഐറ്റംസ് ഒരു വെറൈറ്റി ക്ലോക്ക് ഞാൻ കാണിച്ചു തരാം. രക്ഷയില്ല. എങ്ങനെയുണ്ട് കണ്ടിട്ട്, എന്താ അഭിപ്രായം? നമ്മുടെ ഇപ്പോഴത്തെ ക്ലോക്കിനെ കാട്ടി സൂപ്പറാണ്. നല്ല വർക്കില് സാധനം അല്ലേ. ട്രെയിനിൻ്റെ ക്ലോക്ക് ഗൈസ്, വേറെ ട്രെയിനിൻ്റെ ക്ലോക്ക്, ഇവിടെ ട്രെയിനിൻ്റെ ക്ലോക്ക്, ചായയൊക്കെ ഉണ്ടല്ലേ. അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമുക്ക് പുറത്തോട്ട് പോയാൽ പണപ്പെട്ടി, ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ അതാ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കാം, നടുമുറ്റത്തേക്കൊന്ന് ഇറങ്ങി നോക്കാം. വഴി ഇങ്ങനെയാണ്. അടിപൊളി പാലസ് കേട്ടോ, രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം എല്ലാവരും ജോധ്പൂരൊക്കെ വരികയാണെങ്കിൽ ഇങ്ങോട്ട് വരാം, നല്ല അടിപൊളി പ്ലേസാണ്. നമ്മളിപ്പോൾ ആ പാലസിൻ്റെ മുന്നിലായിട്ടുള്ളത്. പക്ഷേ തൊട്ട് താഴെ ജോധ്പൂർ ടൗൺ ഏരിയ ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ, ഈ വീടുകളൊക്കെ ഒരു കളറ് കണ്ടോ, ഒക്കെ റെഡ് ടൈപ്പ് കളറാണ് കേട്ടോ. അത് പ്രത്യേകത ഒക്കെ ആ ഒരു കല്ലിൻ്റെ ഒരു പ്രത്യേകതയും പിന്നെ പൊതുവേ കളറും ഒരു ചോപ്പ് ഭാഗമൊക്കെ കണ്ടാൽ തന്നെ അറിയാം. ആ കല്ലുകളൊക്കെ കണ്ടില്ലേ, ഫുള്ള് ആ കളർ ലെവൽ കല്ലുകളാണ്. ഇഷ്ടപ്പെട്ടാണ് ഞാൻ പറഞ്ഞ ഇവിടുത്തെ പാറകളെ പ്രത്യേകത കണ്ടില്ലേ, കളറിന്റെ ഫുള്ള് ഈ ഏരിയ ഫുള്ള് ആ കളറാണ്. നമ്മൾ ആ പാലസ് പോകുന്ന വഴിക്കാണ്. ജോധ്പൂരിലെ ഏതാനും പിന്നെ മാർക്കറ്റാണ് കേട്ടത്. നേരെ വിട് ഒന്നുകൂടി കയറി പോയിട്ട് അവിടെ ഒരു വലിയൊരു ഫോർട്ട് കാണുന്നുണ്ട്. ലാസ്റ്റ് ഒന്നും കയറി നമുക്ക് പോയി നോക്കാം. ഈ ജോധ്പൂരിനെ അറിയപ്പെടുന്നത് ബ്ലൂ സിറ്റി എന്നാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഇവിടെ കണ്ട ഈ ബിൽഡിംഗ് ഒക്കെ നീല കളറിലെ അല്ലേ, ബ്ലൂ സിറ്റി എന്നാണ് ജോധ്പൂരിനെ അറിയപ്പെടുക. ഇവിടെ എല്ലാം ബ്ലൂ ആണ്. അപ്പോൾ ചാൻസ് ഇതാണ് നമ്മളെ ജോധ്പൂർ ബ്ലൂ സിറ്റി എന്നറിയപ്പെടുന്നത്. ബ്ലൂ സിറ്റി അപ്പോൾ ഇതാണ്, അധികം ബ്ലൂ കാണില്ല, ഇത് തന്നെയാണ് ബ്ലൂ സിറ്റി.
മച്ചാൻസ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോണത് എങ്ങനെ വെച്ചാൽ മഹർഗഡ് ഫോർട്ട് ആണ്. അത് ജോധ്പൂർ ടൗണിൻ്റെ മുകളിൽ തന്നെ കേട്ടോ. കുറച്ചൊരു 4-5 കിലോമീറ്റർ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ മഹർഗഡ് ഫോർട്ടിലെത്താം. ഇതിൻ്റെ വ്യൂ ഞങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിപ്പോൾ പോണ വഴിയാണ് കേട്ടോ. കുറച്ച് നടക്കാണ്ട് അങ്ങോട്ട് എത്തണം. ബാബും ഷുഹൈബും മുന്നിലേക്ക് പോയിട്ടുണ്ട്, ജാക്സൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നടന്ന് പോയേക്കാം. മച്ചന്മാരെ രക്ഷമില്ല കേട്ടോ. എന്താ അതിൻ്റെ ഹൈറ്റ്, ഫുള്ള് കല്ലുകൊണ്ട് മാത്രം, കല്ലുകൾ വെച്ച് മാത്രമാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഒന്നുകൂടി നടന്നു പോയേക്കാം. ഇവിടുത്തെ ഒരു പ്രത്യേകത വേറെന്ന് വെച്ചാൽ ഇവിടുന്ന് സെൽഫി സ്റ്റിക്ക് അലൗഡ് അല്ല. അതാണ്, ക്യാമറക്ക് അലൗഡാണ്, പക്ഷേ എന്താ പറയുക, സെൽഫി സ്റ്റിക്ക് അലൗഡ് അല്ല. അപ്പോൾ എന്ത് ചെയ്ത് അതവിടെ വാങ്ങി വെച്ചു. നമ്മൾ ഇറങ്ങുമ്പോൾ തിരിച്ചു വാങ്ങണം. അപ്പോൾ നമ്മളെ ആ ഫോർട്ടിൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നടന്ന് കയറി വെക്കാം. ഇവിടുന്നുള്ള ഒരു വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതാ എൻട്രി ഭാഗം കയറിക്കൊണ്ടിരിക്കുകയാണ്. നിറയെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഉള്ളിലേക്കൊന്ന് കയറി പോയി നോക്കുക. അപ്പൊ കുയിസ് നമുക്ക് ഇവിടുന്ന് കുറച്ച് മലയാളീസിനെ കിട്ടിയിട്ടുണ്ട്. പേരെന്തായിരുന്നു? അംബിക. എവിടെ സ്ഥലം? എവിടെ? കോട്ടയം. ശ്രീജ, ജോധ്പൂർ. ആ, അപ്പൊ ഇവര് ഇവിടെ തന്നെയാണോ സ്റ്റേ? താമസമൊക്കെ ഇവിടെ തന്നെയാണോ? ഗുജറാത്തിൽ നിന്നാ? ആ, ഇവിടെ പരിചയപ്പെട്ട ഫാമിലി? ഓ, ഫാമിലി ആണല്ലേ. മച്ചാൻസ് ഇവിടെ ടിക്കറ്റ് 200 റുപ്യ ഇട്ടെ. കാരണം അവിടെ മ്യൂസിയം കാര്യങ്ങളൊക്കെ കയറാൻ 200 റുപ്യാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കുറച്ച് കയറി കഴിഞ്ഞിട്ട് നമുക്ക് പോരാം. ആ ഒരു ടെമ്പിളും കാര്യമൊക്കെ അവിടെ വരുന്നുണ്ട്. ടെമ്പിളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് തരാം. ഈ ഒരു വ്യൂ ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ രക്ഷയില്ല, മാരകാണ്, അപാരാണ്, പൊടിയാണ്. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ്. അതാ കൊത്തുപണികൾ അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ ഉണ്ട്. ഹൈറ്റ് ഞാൻ പറഞ്ഞില്ല എപ്പോഴും. ഈ കല്ല്, ഈ ഒരു കളർ കല്ലാണ്. ഈ ഒരു പാറ നോക്കി, ഇതാ ഈ ഒരു പാറ കണ്ടാ, താഴെയുള്ള പാറ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മലയാളി എവിടുന്നാണ്? എവിടെ? എറണാകുളം എവിടെ? പറവൂരാ? ആ, ഞങ്ങൾ മലപ്പുറം, മഞ്ചേരി ഉണ്ട്, പിന്നെ ട്രിവാൻഡ്രക്കാരുണ്ട്, കോട്ടക്കൽ, മലപ്പുറം. എങ്ങനെയാന്ന് ബൈക്കിലെന്ന്? ഒറ്റയ്ക്കാ? വണ്ടിതാ കേട്ടിയാമോ? അപ്പൊ ചാൻസ് ഒരു രക്ഷയില്ല കേട്ടോ. ഫുള്ള് കല്ലിൽ തീർത്ത ശില്പങ്ങളാണ്. അവിടെ നമ്മളെ ബ്ലൂ സിറ്റി കാണുന്നുണ്ട്, അയടെ കൂടെ കാണുന്നില്ലേ? അപ്പോൾ കോഴ്സ് ഞാൻ അതിൻ്റെ ഒരു ഹൈറ്റ് കാണിച്ചാൽ. എന്തിൻ്റെ ഹൈറ്റ്? ഒരു വാതിലിൻ്റെ കണ്ടില്ല ഗൈസ്, ഒരലാക്കിൻ്റെ അടുത്ത്. ഇതൊക്കെ അടച്ചത് വരുമ്പോഴേക്ക് കൈപ്പലാണത്. അങ്ങനത്തെ ഒരു ഡോറ്. ഈ വരികളാണത്. ഇതേപോലത്തെ പാറക്കല്ലുകൾ ചതുര കഷ്ണമാക്കിയിട്ട് പതിച്ചേക്കാണ്. ഫോർട്ടിൻ്റെ പല ഐറ്റംസ് വ്യൂസ് ആട്ടോ അവിടെ. അതൊക്കെ തേനീച്ചക്കൊണ്ട് രക്ഷരാ. ഓ, ഒരു രക്ഷയിലെടുത്തൊക്കെ എത്ര സമയം എടുത്തിട്ടുണ്ടാവും പണി തീർക്കാൻ. എന്താ അതിൻ്റെ ഹൈറ്റ് ഞാൻ പറഞ്ഞേ. പിന്നെ ആ വർക്കുകളൊക്കെ നോക്കി, രക്ഷയില്ല കേട്ടോ. കൊത്തു പണി ചെയ്തിട്ടില്ലേ. അവിടെ ടിക്കറ്റ് 300 രൂപ, ടിക്കറ്റ് 200 രൂപ ടിക്കറ്റ് കൊടുത്താലേ കയറ്റുള്ളൂ കേട്ടോ. നമ്മൾ നേരെ അമ്പലത്തിക്ക്, അവിടെ ഒരു അമ്പലം ഉണ്ട്, അവിടെ ഇവിടെ ഒരു സംഗീതം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് കുറച്ചൊക്കെ വീക്ഷിക്കാം.
രക്ഷയില്ല കേട്ടോ. ഭാരം രണ്ടാളും തകർത്ത ആടി പാടുന്നുണ്ട്. ഒന്നുകൂടി നമുക്ക് മുകളിലേക്ക് കയറിയപ്പോൾ ഇവിടെ ഒരു പഴയ കാലഘട്ട ഒരു ഉരുളിയാണ് നല്ല വലിക്കേണ്ടത്. അപ്പോൾ ഗോയ്സ് ഇതാ ഒരു കിടുക്കാച്ചി പൊളക്കാച്ചി ഒരു വ്യൂ ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം. അതെ ഇതാണ് ബ്ലൂ സിറ്റി, സ്വന്തം ബ്ലൂ സിറ്റി, ജോധ്പൂർ ബ്ലൂ സിറ്റി. ഇതാ മൊത്തമായിട്ട് കാണുന്നത് ഇവിടെ നിന്നുള്ള വ്യൂ ആട്ടോ. അത് അവിടെ എന്തെങ്കിലും ഇതുണ്ടോ? അവിടെ കൊട്ടാരം നമ്മൾ നേരത്തെ വന്ന കൊട്ടാരാണതേ. നമ്മളവിടെ പോയി നമ്മൾ നേരത്തെ പോയ ആ ഫോട്ടോ ആക്കണം, പാലസാക്കണം കേട്ടോ അവിടെ. കണക്ഷൻ വേണ്ടിയിട്ടാണ് കൊള്ളാം, പൊളി, ഒരു 1.5 പൊളി സ്ഥലമായിപ്പോയി. അവിടെ നിറച്ച് പീരങ്കി ഉണ്ട്. ഇവിടുന്ന് ഇങ്ങനെ വിടല്ലേ, വെടി വിടാം. ഇതിൻ്റെ ഏറ്റവും മുകളിൽ പുല്ലൊക്കെ വെച്ചിട്ട് നടക്കാനുള്ള വഴികൾ, മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസകരമാക്കിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മളിവിടെ വിടുകയാണ്. ഇനിയിപ്പോൾ ഏകദേശം സമയം ഇപ്പോൾ 4-5 മണിയായി. ഇനിയിപ്പോൾ കാര്യമായിട്ട് എക്സ്പ്ലോറിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് നേരെ ജയ്സാൽമീർ പിടിക്കണം. ഇനിയാണ് പിന്നെ മണലാരണ്യത്തിൻ്റെ കഥകളിലൂടെ നമ്മൾ പോവുക. ഇങ്ങനെ ഒരു 100-300 കിലോമീറ്റർ ആണ് ഉണ്ടാവുക ജയ്സാൽമീർ. അപ്പോൾ അതിനിടയിലെ വീഡിയോസും വൈബ്സുകളൊക്കെ കാണാം. അപ്പോൾ കുയിസ് നമ്മൾ മെഹർഗഡിനായിട്ട് നമ്മൾ ഇവിടെ പറയാണ് കേട്ടോ. എക്സ്ട്രാ പോലെ